ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ അടയാണ്. അട നമ്മൾ സാധാരണ വാഴയുടെ ഇലയിലല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നത്തെ അടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ സ്വീറ്റ് കോണിൻ്റെ പുറം ഭാഗത്തിലാണ് അട ഉണ്ടാക്കുന്നത്. ഈ സ്വീറ്റ് കോണിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലാണ് അട ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങൾ ഏലക്കായ, കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു പണിയില്ല, ഈ കോണിൻ്റെ ഇതെടുക്കുക, പിന്നെ നമ്മൾ മാവ് അതിൽ വെച്ച് പരത്തിയെടുത്ത് ഈ ഫില്ലിങ്സ് അതിൽ വെച്ച് ഒന്ന് മടക്കി ഒന്ന് ആവി കയറ്റി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ അട ഇവിടെ റെഡിയാണ്. അപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ വാഴൻ്റെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അടയൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനൊരു സ്വീറ്റ് കോണ് മോളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങുക. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗം കളയാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് അട ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം. എനിക്ക് പണ്ട് മുതലേ അട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു 2-3 അട ഒരുമിച്ച് കഴിക്കും. ഒരടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ ഒരു 4 എണ്ണെങ്കിലും കഴിക്കണം, അപ്പോഴാണ് ഒരു ഇത് കിട്ടുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അടയൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരുപാട് സ്നാക്സൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.